പച്ചത്തവളയതാ പോവുകയാണ്. ആ നൈൽ നദിയുടെ തീരത്തൊരു പച്ചത്തവള ഇരിക്കുകയാണ്. പെട്ടെന്നതാ ആ തവള നൈൽ നദിയിലേക്ക് ചാടുകയാണ്. ചാടിയത് മാത്രം പരമാർത്ഥം ഒരു തേള് അതാ ആ തവളയുടെ പുറത്ത് കയറിയിട്ട് നൈൽ നദിയുടെ അപ്പുറത്തേക്ക് പോകുകയാണ്. കരയിലേക്ക് ചെല്ലുകയാണ്. ദന്നൂനിൽ മിസ്രി റളിയല്ലാഹു തആല സുബ്ഹാനല്ലാഹ്. ഈ തവളയും ഈ തേളും എങ്ങോട്ടാ പോകുന്നത് എന്ന് നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് അതാ പുറത്ത് കരക്ക് അതാ ഒരു മരത്തിന്റെ താഴ്വാരത്തൊരു മനുഷ്യൻ കിടക്കുകയാ. ആ മനുഷ്യന്റെ തലയില് പാണ്ഡമുണ്ട്, കെട്ടുകളുണ്ട്. ആ മനുഷ്യൻ ഉറങ്ങുകയാ. ആ മനുഷ്യന്റെ അരികത്തേക്ക് അതെ ഒരു വിഷമുള്ള ഒരു മൂർഖനത, ഒരു സർപ്പമത ഈ മനുഷ്യനെ കൊത്താൻ വേണ്ടി വരികയാണ്. സർപ്പമത പത്തി വിടർത്തി വന്നുകൊണ്ടിരിക്കുന്നു, ഓതുകയാണ്. ഈ തേള് അതാ എടുത്ത് ചാടുകയാണ്. തേളും പാമ്പും അതാ മൽപിടുത്തം നടക്കുകയാണ്. ഈ തേള് അതാ പാമ്പിനെ കൊത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, പാമ്പ് ചാവുകയാണ്. നിങ്ങൾ നോക്കി, ഈ തേള് അവിടെ എത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ മനുഷ്യനെ സർപ്പം കടിക്കുമായിരുന്നു. എന്തൊരു മെസ്സേജാണ് റബ്ബ് കൊടുത്തത്! റബ്ബ് എത്ര കാരുണ്യവാനാണ്, റബ്ബ് എത്ര റഹ്മാനാണ്, റബ്ബ് എത്ര റഹീമാണ്, റബ്ബ് എത്ര സന്തോഷമുള്ളവനാണ്. പ്രിയപ്പെട്ട മോമിനെ, എത്ര തമ്മാടിത്തങ്ങളാണ് നമ്മൾ ചെയ്തു കൂട്ടുന്നത്, തോന്നിവാസങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്. ആ റബ്ബിന്റെ വായു ശ്വസിച്ച്, ആ റബ്ബിന്റെ വെളിച്ചം ആസ്വദിച്ച്, ആ റബ്ബിന്റെ എല്ലാം അനുഭവിച്ച്, ആ റബ്ബിന്റെ വെള്ളം കുടിച്ച്, ആ റബ്ബ് തന്ന കാല് കൊണ്ട് നടന്ന്, ആ റബ്ബ് തന്ന കാല് കൈ കൊണ്ട് പിടിച്ച്, ആ റബ്ബ് തന്ന കണ്ണ് കൊണ്ട് കണ്ട്, ആ റബ്ബ് തന്ന മനസ്സുകൊണ്ട് ചിന്തിച്ച്, റബ്ബിനെ പറ്റി ഓർമ്മയില്ലാതെ, റബ്ബിനെ പറ്റി അത് വിചാരമില്ലാതെ, ചിന്തയില്ലാതെ താന്തോന്നികളായി ഞാനും നിങ്ങളും അതാ നടക്കുകയാണല്ലോ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഈ സമയത്ത് ചിന്തിക്ക, നിങ്ങൾ നോക്ക്, എന്റെയും നിങ്ങളുടെയും മക്കള് പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ ആ മക്കളെ നമ്മൾ ശിക്ഷിക്കുകയില്ലേ? ആ മക്കളെ നമ്മൾ നിലക്ക് നിർത്തുകയില്ലേ? സുബ്ഹാനല്ലാഹ്. പക്ഷേ അല്ലാഹു തആലാന്റെ ഭൂമിയിൽ അല്ലാഹുവിന്റെ പടപ്പുകളായ റബ്ബേ, ഞാനും നിങ്ങളും അല്ലാഹു പറഞ്ഞതനുസരിക്കാതെ നടക്കുന്നു, അല്ലാഹു പറഞ്ഞത് ചിന്തിക്കാതെ അത് ജീവിക്കുന്നു. അല്ലാഹു നമ്മെ ശിക്ഷിക്കാൻ എന്തേ ശിക്ഷിക്കാതിരിക്കുന്നത്? അല്ലാഹു റഹ്മാനാണ്, അല്ലാഹു റഹീമാണ്, അല്ലാഹു റഹ്മാനാണ്, അല്ലാഹു റഹീമാണ്, അല്ലാഹു കാരുണ്യവാനാണ്. അതുകൊണ്ട് മുഅ്മിനേ, നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ സഹാബത്തിനോട് പറയുകയാണ്, ഓ സഹാബ, ഓ സഹാബ, അവ്വലുഹു റഹ്മ, റഹ്മത്ത് നശിച്ച കാലമാണല്ലോ. അതേ നിങ്ങൾ കണ്ടില്ലേ മറിഞ്ഞാത്? അതേ കോഴിക്കോട് താമരശ്ശേരിയില് ഒരു ചെറുപ്പക്കാരൻ, ഒരു പയ്യൻ, ഒരു കുട്ടി, ഒരു പുന്നാര പൂമകനുണ്ടല്ലോ. ആ ഷഹബാസ് എന്ന് പറയുന്ന മകനെ കൂട്ടുകാരി അതാടിച്ചും ചവിട്ടിയും കുത്തിയും അത് കൊലപ്പെടുത്തിയില്ലേ? നിഷ്ഠൂരമായി, നിഷ്ക്രിയമായി നിഷ്കാസനം ചെയ്തില്ലേ? യാതൊരു ലജ്ജയുമില്ലാതെ, യാതൊരു നാണവുമില്ലാതെ ഫോണിലൂടെ പറയാണ് അവനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് അതാ അവനെ ഞാൻ ശരിയാക്കിയിട്ടുണ്ടെന്ന് വീമ്പളക്കേട്ട് കൂട്ടുകാരവനെ നശിപ്പിച്ചില്ലേ? ഒന്നിച്ചു
ഒന്നിച്ചു പഠിക്കുന്ന, ഒന്നിച്ച് കളിക്കുന്ന, ഒന്നിച്ച് നടക്കുന്ന, ഒന്നിച്ച് സംസാരിക്കുന്ന, ഒന്നിച്ച് ഇന്നലെ വരെ ചിരിച്ച, ഒന്നിച്ച് ഇന്നലെ വരെ കളിച്ച, ഒന്നിച്ച് ഇന്നലെ വരെ നടന്ന, ഒന്നിച്ച് ഇന്നലെ വരെ തോളിൽ കൈവച്ച കൂട്ടുകാരല്ലേ, അതേ സഹപാഠികളല്ലേ. എന്തേ കാരണം? റഹ്മത്ത്, കാരുണ്യം, വാത്സല്യം, സ്നേഹം അല്ലാഹു തആല അതാ കൂട്ടുകാരുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞു പോയി, എടുത്ത് കളഞ്ഞു പോയി. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞാൻ കേട്ടോ, സമിഅതു, ഞാൻ കേട്ടോ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നതായിട്ട്, ലം യുദ്ഖില അഹദൻ അമലുൽ ജന്ന. ഓ ഉമ്മ, ഓ പെങ്ങളെ, ഓ സഹോദരാ, ഓ സഹോദരി, തറാവീഹിന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന മക്കള് പള്ളിയിലെത്തുന്നുണ്ടോ? ഉമ്മ ഒന്ന് വാച്ച് ചെയ്യണം, ഉപ്പ ഒന്ന് വാച്ച് ചെയ്യണം. നിങ്ങൾ മുന്നിലെ സഫിൽ പോയി ഇമാമിന്റെ പിന്നിൽ അണിനിരന്ന് നിസ്കരിക്കുന്നുണ്ട്, ശരി തന്നെ. നിങ്ങൾ ഹദ്ദാദിന് നേരത്തെ പള്ളിയിലെത്തുന്നുണ്ട്, ശരി തന്നെ. നിങ്ങളെ മക്കളെവിടെ? ആൺമക്കളെവിടെ? 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 പള്ളിയിലെത്തുന്നുണ്ടോ? നോക്കണേ ഉപ്പ, നോക്കണേ പൊന്നുപ്പ, നോക്കണേ രക്ഷിതാവേ. തറാവീഹിന്റെ പേരും പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ പൊന്നുമോനുണ്ടല്ലോ, കൂട്ടുകാരോടൊത്ത് കമ്പനി കൂടിയിട്ട് അതേ ചുറ്റിക്കറങ്ങിയിട്ട് അവസാനത്തെ വിത്രിൽ പള്ളിയിലെത്തിയിട്ട് അതാ ഉപ്പാക്ക് മുഖം കാണിച്ചിട്ട് സുബ്ഹാനല്ലാഹ് ഉപ്പാന്റെ കയ്യും പിടിച്ച് വീട്ടിലേക്ക് പോകുമ്പോ ഉപ്പ വിചാരിക്കാണ് തറാവീന് വന്നിട്ടുണ്ടെന്ന്. ഇല്ലേ ഇല്ല, ഇമാമ് നിൽക്കണ ഉസ്താദിന് നോക്കാൻ കഴിയില്ല, കമ്മിറ്റിക്കാർക്ക് നോക്കാൻ കഴിയില്ല, പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് നോക്കാൻ കഴിയില്ല. ഓ ഉമ്മ, ഓ ഉപ്പ, ഒന്ന് ചിന്തിക്കണേ, ഒന്ന് ഓർക്കണേ. ശഹബാസിന്റെ അനുഭവം അതേ അതേ നമ്മുടെ മക്കൾക്കുണ്ടാകാൻ പാടില്ല, എന്റെ മകനുണ്ടാകാൻ പാടില്ല, നിങ്ങളെ മക്കൾക്കുണ്ടാകാൻ പാടില്ല. ശഹബാസിന്റെ ഉമ്മ ഇതുവരെ കിടന്ന സ്ഥലത്തുനിന്ന് എഴുന്നേറ്റ് ഒന്ന് ചിരിച്ചിട്ട് പോലുമില്ല. ഓ ഉമ്മ, ഈ ഒരു അനുഭവം എനിക്കും നിങ്ങൾക്കും വരണമോ? മക്കളെ ശ്രദ്ധിച്ചോ? മക്കളെവിടെന്നെങ്കിലും കൊണ്ടുവരുന്നു 100-200 രൂപ കൊണ്ടുവന്നിട്ട് ഉമ്മാനെ സോപ്പിട്ടിട്ട് ഉമ്മ പറയുന്ന സാധനം അതാ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അതേ ഉമ്മാനെ കയ്യിലെടുക്കുന്ന മക്കളുണ്ട്. ഉമ്മ വീട്ടിലേക്ക് അന്യായമായൊരു സ്കൂട്ടർ കൊണ്ടുവരുമ്പോ മോനെ ഈ സ്കൂട്ടർ എവിടുന്നാണ്, മോനെ ഈ ആക്റ്റീവ എവിടുന്നാണ്, മോനെ ഈ കാർ എവിടുന്നാണ്, മോനെ ഈ ജീപ്പ് എവിടുന്നാണ്, ഇതാരുടേതാണ് ജീപ്പ്, ഇതാരുടേതാണ് കാറ്, ഇതാരുടേതാണ് ആക്റ്റീവ, ഇതാരുടേതാണ് പൾസർ, ഇതാരുടേതാണ് എന്ന് ചോദിക്കാനുള്ള ഒരു തന്റെ ഇടം ഒരു ബുദ്ധി ഉമ്മാക്ക് വേണം. ഇല്ലെങ്കിൽ ആ കാറ് വീട്ടിന്റെ പോർച്ചിലങ്ങ് നിർത്തുകയാണ്, വീട്ടിന്റെ മുറ്റത്തങ്ങ് നിർത്തുകയാണ്. മണിക്കൂറുകൾ കഴിഞ്ഞ് പോലീസ് വരികയാണ്, വീട് വളയുകയാ. നാളെ വാർത്താ മാധ്യമങ്ങളിൽ വീട് ഫോട്ടോ വരികയാണ്, എന്റെയും നിങ്ങളുടെയും ഫോട്ടോ വരികയാണ്. ഉമ്മ ഉപ്പ ഒന്ന് ചോദിക്കണേ, ഒന്ന് ചോദിക്കണേ, അന്വേഷിക്കണേ. മോനെ നിനക്കെവിടുന്ന് പൈസ
പൈസ കിട്ടിയത്? ഇവിടുന്ന് പൈസ, ഈ പൈസയുടെ ഉറവിടം എവിടെന്നാണ് അന്വേഷിക്കണം. നിന്റെ കൂട്ടുകാരാരാണ്? ആ കൂട്ടുകാരന്റെ സ്വഭാവം എന്താണെന്ന് മകനറിയാതെ അന്വേഷിക്കണം. ആ കൂട്ടുകാരന്റെ കൂട്ടുകെട്ട് സുബ്ഹാനല്ലാഹ്. നമ്മുടെ മക്കള് നല്ലവരാണ്, നല്ല പൊന്നുമക്കളാണ്, നല്ല പൊന്നുമക്കളാ. ആ മക്കളെ വടക്കാക്കാൻ വേണ്ടി വല വീശി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ വലയിൽ എന്റെ മക്കള് വീഴരുത്, നിങ്ങളെ മക്കള് വീഴരുത്, ഒരാളുടെയും മക്കളും വീഴരുത്. എല്ലാ മക്കളും നന്നാവണം. നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളാണ്. ആൺമക്കളായാലും പെൺമക്കളായാലും ഉമ്മ ശ്രദ്ധിച്ചേ പറ്റൂ, പാപ്പ ശ്രദ്ധിച്ചേ പറ്റൂ. നിങ്ങൾ നോക്ക്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അവിടുന്ന് പറയാണ്, റസൂലുള്ളാഹി പറയുന്നതായി ഞാൻ കേട്ടു, ലം യുദ്ഖില അഹദൻ മലഹുൽ ജന്ന, ഒരാളും സ്വർഗ്ഗത്തിൽ കടക്കൂല. നിങ്ങളിൽ ആരും അതാ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് സ്വർഗ്ഗത്തിൽ കടക്കൂല. തറാവീഹ് കൊണ്ടോ നോമ്പ് കൊണ്ടോ അതേ ഹജ്ജ് കൊണ്ടോ സകാത്ത് കൊണ്ടോ ഖുർആൻ ഓത്തുകൊണ്ടോ സ്വർഗ്ഗത്തിൽ കടക്കൂല എന്ന് നബി തങ്ങളെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അതേ പറയുകയാണ്. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, ഖാലൂ, സഹാബത്ത് ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്, നിങ്ങളും കടക്കൂലേ നബിയേ? നബി തങ്ങളോട് സഹാബത്ത് ചോദിക്കാണ്, ഞങ്ങളെപ്പോലെ നിങ്ങളും കടക്കുകയില്ലേ? അപ്പൊ റസൂലുള്ളാഹിന്റെ മറുപടി, ഖാല, അവിടുത്തെ പഴയ പിതർമ പൂച്ചുണ്ടനക്ക് പറഞ്ഞു, ലാ, ഞാനും സ്വർഗ്ഗത്തിൽ കടക്കൂല. വലാ അന ഇല്ലാ യതഗമ്മദനി അല്ലാഹു ബിഫദ്ലിൻ വറഹ്മ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ.